ഞാൻ ഡോക്ടർ സ്മിത ജോയ്, VPS ലേക്ക് ഷോർ ഹോസ്പിറ്റലിലെ സീനിയർ കൺസൾട്ടൻറ്റ് ഗൈനക്കോളജിസ്റ്റും ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെൻറ്റുമാണ്. സർജറി രംഗത്ത് വന്ന ട്രീറ്റ്മെൻറ്റ് മെത്തേഡാണ് റോബോട്ടിക് സർജറി. എന്ന് വയ്ക്കുമ്പോൾ നമ്മൾ പലരും വിചാരിക്കും അത് റോബോട്ടാണ് സർജറി ചെയ്യുന്നതെന്ന്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ റോബോട്ടിക് അസിസ്റ്റഡ് സർജറി എന്ന് പറയുന്നതായിരിക്കും കുറച്ചും കൂടെ കറക്റ്റായിട്ടുള്ള യൂസേജ്. എന്ന് വെച്ചാൽ ഇതിനകത്ത് സർജറി ചെയ്യുന്നത് സർജൻ തന്നെയാണ്, പക്ഷേ നമ്മൾ റോബോട്ടിക്കിൻ്റെ ഹെൽപ്പോട് കൂടിയാണ് സർജറി ചെയ്യുന്നത്. കീഹോൾ സർജറി അല്ലെങ്കിൽ താക്കോൽ ദ്വാര ശസ്ത്രക്രിയയെക്കുറിച്ച് എല്ലാവർക്കും അറിവുള്ളതാണ്. ഏകദേശം അതുപോലെ തന്നെയാണ് റോബോട്ടിക് സർജറിയും. നമ്മൾ വയറിൽ ചെറിയ മുറിവുണ്ടാക്കി അതിൽ കൂടെ ഒരു കുഴൽ ഇറക്കിയിട്ടാണ് നമ്മൾ രണ്ടും ചെയ്യുന്നത്. ഇത് തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ നമ്മൾ കീഹോൾ സർജറിയിൽ ഒരു ലോങ് ആയിട്ടുള്ള ഇൻസ്ട്രുമെൻ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട് സർജൻ തൻ്റെ കൈ വെച്ചാണ് ചെയ്യുന്നത്. ഇവിടെ ഈ ലോങ് ഇൻസ്ട്രുമെൻറ്റിന് പകരം റോബോട്ടിക് ആംസ് ആണ് യൂസ് ചെയ്യുന്നത്. റോബോട്ടിക് ആംസിന് റിസ്റ്റ് ഉണ്ട്, നമ്മുടെ കൈയുടെ റിസ്റ്റ് പോലെ റിസ്റ്റ് ഉണ്ട്. പക്ഷേ ഒരു മനുഷ്യൻ്റെ കൈനെ വെച്ച് നോക്കുമ്പോൾ അതിൻ്റെ മൂവ്മെൻറ്റ്സ് ഒരു മനുഷ്യൻ്റെ കൈനേലും വളരെയധികം കൂടുതലാണ്. അതുകൊണ്ടുള്ള അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ നമ്മുടെ മനുഷ്യൻ്റെ കൈയോ അല്ലെങ്കിൽ ലാപ്രോസ്കോപ്പിക് ഇൻസ്ട്രുമെൻറ്റ്സോ എത്താൻ പറ്റാത്ത ഭാഗങ്ങളിലേക്ക് ഇതിന് എത്താൻ സാധിക്കും. അതുപോലെ തന്നെ കൈവച്ച് ചെയ്യാൻ പറ്റാത്തതായിട്ടുള്ള പല മൂവ്മെൻറ്റ്സും കൊണ്ട് ഡിസെക്ഷൻ കുറച്ചും കൂടെ ബെറ്ററും പ്രിസൈസും ആയിരിക്കും. അതുപോലെ റോബോട്ടിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ അതിനകത്ത് മാഗ്നിഫിക്കേഷൻ ഏകദേശം ഒരു 10 ടൈംസ് മാഗ്നിഫിക്കേഷനിലാണ് കാണുന്നത്. അതുപോലെ 3D വിഷനാണ് ഉള്ളത്. അപ്പോൾ നമുക്ക് ഈവൻ ഏറ്റവും ചെറുതായിട്ടുള്ള രക്തക്കൊഴലുകൾ വരെ നമുക്ക് കാണാനും അതുവഴി ബ്ലഡ് ലോസ് ഒഴിവാക്കാനും സാധിക്കും. എന്തൊക്കെ സർജറീസാണ് റോബോട്ട് വഴി ചെയ്യാൻ പറ്റുന്നത്? നമ്മൾ ലാപ്രോസ്കോപ്പിക്കലി ചെയ്യാൻ പറ്റുന്ന എല്ലാ സർജറിയും നമുക്ക് റോബോട്ടിക്കലി ചെയ്യാം. പക്ഷേ അത് കൂടുതൽ പ്രിസൈസായിട്ടും കോംപ്ലിക്കേഷൻസ് കുറവായിട്ടും ഓപ്പറേറ്റിംഗ് ടൈം കുറവായിട്ടും ബ്ലഡ് ലോസ് കുറവായിട്ടും നമുക്ക് ചെയ്യാം. ഇത് കൂടാതെയുള്ള അഡ്വാൻറ്റേജസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഡിസെക്ഷനൊക്കെ ബെറ്റർ ആയതുകൊണ്ട് പേഷ്യൻറ്റിന് ഇമ്മീഡിയറ്റ് റിക്കവറി കുറച്ചും കൂടെ എളുപ്പത്തിൽ നടക്കും. അതുപോലെ തന്നെ പോസ്റ്റ് ഓപ്പറേറ്റീവ് സർജറി കഴിഞ്ഞുള്ള വേദന കുറവാണ്. വേദനയ്ക്ക് എടുക്കേണ്ടി വരുന്ന മരുന്നുകളുടെ അളവ് കുറവായിരിക്കും. ഫാസ്റ്റർ റിക്കവറിയാണ്. പെട്ടെന്ന് തന്നെ നമുക്ക് നോർമൽ ഒരു ലൈഫിലേക്ക് പോകാൻ പറ്റും. ഗൈനക്കോളജിയിലാണെങ്കിൽ യൂട്രസ് റിമൂവൽ സർജറി, ഗർഭാശയത്തിൽ വരുന്ന മുഴകളുടെ റിമൂവൽ, അതുപോലെ അണ്ഡാശയത്തിലെ മുഴകളുടെ അല്ലെങ്കിൽ സിസ്റ്റുകളുടെ റിമൂവൽ, അതുപോലെ പ്രൊലാപ്സ് സർജറികൾ, ഇതെല്ലാം നമുക്ക് റോബോട്ട് വഴി ചെയ്യാൻ പറ്റും. അപ്പം ഇനി ഉള്ള കാലത്ത് റോബോട്ടിക് സർജറി ആണ് നമുക്ക് കീഹോളിനെയിലും ഓപ്പൺ ആയിട്ടുള്ള സർജറിനെയിലും കൂടുതൽ മികവുറ്റുള്ളതായിട്ടുള്ള